بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه وأتباعه وأهل بيت سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك الفوز العظيم. صدق الله العلي العظيم. إن الله يحب الأتقياء الأخفياء. صدق رسول الله الجاهلون فماتوا قبل موتهم والعالمون وإن ماتوا فأحياه. يا رب صل على النبي محمد منجي الخلائق من جهنم في غدير. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഇവിടുത്തെ ഇമാമായ ഷാഫി സഅദി ഉസ്താദ്, മറ്റു കൂട്ടുകാരും ഇവിടുത്തെ സംഘടനാ നേതാക്കളുമൊക്കെയായ പണ്ഡിത സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, സഹോദരികൾ, വിദ്യാർത്ഥിനികൾ, നമ്മുടെ എല്ലാം മനസ്സിന്റെ മഹബത്തും ഏത് വിഷയവും ചെന്ന് കണ്ട് സങ്കടം ബോധിപ്പിക്കാനുള്ള അത്താണിയുമായിരുന്ന ശൈഖുന മാണിക്കോത്ത് ഉസ്താദ് എന്ന നമ്മുടെ എല്ലാം ശൈഖുന ഓ മുർഷിദുന ഓ ഉസ്താദുന അൽ മർഹൂം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അനുസ്മരിക്കുന്ന പുണ്യമായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. ബദരീങ്ങളുടെ പേര് ചൊല്ലുകയും തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുകയും വലിയ ഒരു സയ്യിദിനെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന സദസ്സാണ്. അതോടൊപ്പം വൽ ഫജ്രി വലയാലിൻ അശ്ർ, പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുസ്മരണങ്ങൾ നിറഞ്ഞ 10 രാത്രികൾ എന്ന് എടുത്തു പറയപ്പെട്ട ഒരു രാത്രിയിലും കൂടിയാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്ർ ചൊല്ലിയ സദസ്സാണ്. ചെറിയ ഒരു ഫിക്ർ പോലും ഇല്ലാത്ത കുട്ടികൾ ഉള്ള സദസ്സാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. ദുആഇന് ഉത്തരം കിട്ടുന്ന മഹാന്മാരുടെ അർവാഹുകൾ ഇവിടെ ഹാദിറാകുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടേണ്ട ഒരു മജ്‌ലിസും കൂടിയാണ്. ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മദ്രസ ശിഷ്യൻ, ദർസിലെ ശിഷ്യൻ എന്ന് പറഞ്ഞ ശിഷ്യനെന്ന് മാത്രം പറഞ്ഞ മദ്രസ ദർസിലെ ശിഷ്യൻ എന്ന് വിചാരിച്ചു പോകും. ഉസ്താദ് തന്നെ പറഞ്ഞല്ലോ മദ്രസയിലെ ശിഷ്യനാണ്. പറയുന്ന ഹദീസ് കേട്ടു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചില മഹാന്മാർ ഉണ്ട്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അതുണ്ടാകണം എന്ന് അവർ അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്ന രൂപത്തിൽ പറഞ്ഞാൽ അല്ലാഹു അതിനെ നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആളുകൾ അത് ആരാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. അവർ പല ടൈപ്പുകളുമുണ്ട്. റസൂലൻ
ലം നഖ്സുസുഹും അലൈക. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, 313 മുർസലീകളിൽ നിന്ന് 25 അമ്പിയാക്കളുടെ ചരിത്രം ഖുർആനിൽ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഇവര് മാത്രമല്ല, ചരിത്രങ്ങൾ മൂടിക്കിടക്കുന്ന പരസ്യപ്പെടാത്ത ഒരുപാട് നബിമാർ ലോകത്തുണ്ട് കേട്ടോ. അവര് പേര് പറയാൻ ഇഷ്ടപ്പെടാത്തവരാണോ? അവരുടെ സേവനങ്ങൾ ലോകത്ത് ബാക്കിയാണ്. പക്ഷേ അവരുടെ ഖബറുകൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവരുടെ പേരും പ്രശസ്തിയും ലോകത്ത് അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള നബിമാർ ലോകത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ നബിമാരിൽ പോലും ചില നബിമാർ ഞങ്ങളുടെ പേര് ലോകത്ത് അറിയപ്പെടണ്ട എന്ന് ചിന്തിച്ചവരുണ്ട്. നബിമാരുടെ പിൻഗാമികളായി ലോകത്ത് ഉദിച്ചു വന്ന ഔലിയാക്കളുണ്ടല്ലോ, അവരൊരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണവർ അല്ല. നമ്മളെപ്പോലെ മനുഷ്യരായി ഭൂമിയിൽ ജനിക്കുകയും മദ്രസയിലും പിന്നീട് ദർസിലുമെല്ലാം പഠിച്ചുകൊണ്ട് വലിയ ആലിമീങ്ങളായി അവർ മാറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്തിന്റെ വഴി വിട്ടുകൊടുത്തപ്പോ അമ്പിയാക്കൾ ചിന്തിച്ചതുപോലെ അവരും ചിന്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ അഖ്ഫിയാ. ആരുമറിയാതെ മറഞ്ഞു നിൽക്കുന്ന ചിപ്പിയില മുത്തുപോലെ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത, വലിയ സ്റ്റേജുകളിലൊന്നും കയറാത്ത ഒരുപാട് അത്ഖിയാകളായ മുത്തഖീങ്ങളായ ആളുകളുണ്ട്. അവർ അൽ അഖ്ഫിയാ, അവര് പേരും പ്രശസ്തിക്കും ആളുകളെ മുമ്പിൽ ചമഞ്ഞു നടക്കുന്ന ആളുകൾ അല്ല. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹുവിന് പെരുത്ത് ഇഷ്ടമാണ് കേട്ടോ. ഈ ഹദീസ് ഓതുമ്പോൾ തന്നെ ശൈഖുനാ ഉസ്താദിന്റെ മദ്ഹ് പൂർത്തിയായി പോയി. ഞാൻ ഓതിയ ഒരു ഹദീസും ഒരായത്തും പൊയ്യത്ത വയലിലുള്ള നമ്മുടെ ഈ പൊയ്യത്ത വയൽ പ്രദേശത്തിന്റെ ഭാഗമായ പാറയിലുമൊക്കെയുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ശൈഖുനായ ഖൽബിന്റെ ഉള്ളിൽ മഹബ്ബത്ത് വെക്കുന്ന ഉമ്മമാരുള്ള നാട്ടിൽ ഈ കഥ ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഉസ്താദ് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു നടന്നിട്ടില്ല. ആ പറയാത്തത് തന്നെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കാലമുള്ള മഹാനെന്നതിന് നമുക്ക് പറയാനുള്ള തെളിവ്. ആരുടെ മുമ്പിലും ആളാകാൻ ശ്രമിച്ചില്ല. വേഷത്തിൽ വളരെ അധികം ലാളിത്യം, ഭക്ഷണമാണെങ്കിലോ വളരെ ചുരുക്കം മാത്രം ജീവിതത്തിലെടുത്തോ. എന്നെയും നിന്നെയും പോലെ പുറ്റിയുള്ള ശരീരം ഉസ്താദിനില്ല. ഉസ്താദ് അതിന് തയ്യാറായിട്ടില്ല. വലിയ മാളികകൾ എടുക്കാൻ മാത്രമുള്ള സമ്പാദ്യം അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നു നിന്നപ്പോ വലത്തും ഇടത്തും സംഭാവനകളും സഹായങ്ങളും കുടുംബത്തിനുള്ള സേവനവുമായി ഉസ്താദ് ദുനിയാവിനെ അങ്ങ് എല്ലായിടത്തും ദാനം ചെയ്തങ്ങ് വിട്ടപ്പോ വലിയ കൊട്ടാരങ്ങൾ ഉസ്താദിന്റെ മരണശേഷം ബാക്കിയായില്ല. വലിയ പേരുകൾ ബാക്കിയായില്ല. പിന്നെ എന്താണ് ഉസ്താദ് അവശേഷിപ്പിച്ചു പോയത് എന്നറിയോ? അല്ലാഹുവിലുള്ള ഓർമ്മ ഉസ്താദിന്റെ പേര് പറയുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു എന്നതാണ്. അല്ലാഹുവിനെ ഓർക്കുന്നത് ഉസ്താദിന്റെ പേര് പറയുന്ന സമയത്താണെന്ന് ഞാൻ പറഞ്ഞാൽ അത് അധിക പ്രസംഗമാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇദാ അവരെ നമ്മുടെ മുമ്പിൽ അവരുടെ മുഖം തെളിഞ്ഞാൽ, അവരുടെ കാലശേഷം അവരെ ഓർമ്മിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ വന്നാൽ, അവരന്തിയുറങ്ങുന്ന ഖബർ ശരീഫിന്റെ അടുക്കൽ പോയി തലകുനിച്ച് നമ്മൾ നിന്നാൽ അല്ലാഹുവിനെ ഓർമ്മ വന്നുപോയി.
ശൈഖുന ഉസ്താദിന്റെ അടുക്കൽ നിങ്ങളിൽ നിന്ന് എത്ര പേര് പോയി നിന്നിട്ടുണ്ട്? ഈ ഇരിക്കുന്ന എല്ലാവരും ഉസ്താദിന്റെ സദസ്സിൽ ഇരുന്നവരാണ്. ഉസ്താദ് എവിടെ പോയാലും അവിടെ പോയി സന്ദർശിച്ച ആളുകളാണ്. ഉസ്താദിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ നാട്ടുകാരാണ്. ഉസ്താദിന്റെ ഖബറിൽ കന്നഡയിൽ പേര് എഴുതപ്പെട്ടിട്ട് മലപ്പുറത്ത് ഒരു ഖബറുണ്ടെങ്കിൽ അത് നമ്മുടെ ശൈഖുന ഉസ്താദിന്റേതാണ്. പൊയ്യത്തവൽ മാണിക്കോത്ത് ഉസ്താദ് എന്ന പേര് ഉസ്താദ് ഏറ്റെടുത്ത് എഴുതാൻ നമ്മളോട് സമ്മതം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അഥവാ അതിന് നമുക്ക് സാധിച്ചു എങ്കിൽ ഉസ്താദിനെ നമ്മൾ മഹബത്ത് വെക്കുന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉസ്താദിന്റെ സദസ്സിൽ പോയി നിന്നാൽ പേടിക്കാത്ത ഏതെങ്കിലും ഒരു ഉപ്പ, ഒരു കാരണവൻ, ഒരു ചെറുപ്പക്കാരൻ ഈ സദസ്സിൽ ഉണ്ടോ? അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞാൻ ഓതിയ ആയത്താണ്. അതൊന്നും പറയാൻ സമയമില്ല. ഉസ്താദിന് വേണ്ടി ഈ സദസ്സിൽ ഞാൻ വന്നു എന്ന് മാത്രം. ഒരുപാട് സമയമായി ഫോണാക്കുന്നു. നമ്മൾ മദ്രസയൊക്കെ ഉള്ളത് കൊണ്ട് ആ തിരക്കാണ്, അല്ലാണ്ട് വലിയ വ്യാപം പറയുന്ന ആളായതുകൊണ്ടല്ല. എങ്ങനെയോ ഒഴിയാൻ കുറെ ശ്രമിച്ചു, പക്ഷേ വിട്ടില്ല നമ്മുടെ ശിഷ്യനും ഇവിടുത്തെ സംഘാടകരും ഒക്കെ. അവസാനം ഇവിടെ എളിയവനായ ഞാൻ ഉസ്താദിനെ കുറിച്ച് പറയാൻ മാത്രമൊന്നും ഇല്ല എന്നതുകൊണ്ടും ഞാൻ പലപ്പോഴായി മാറിയെങ്കിലും ഇവിടെ എത്തിയപ്പോ വളരെ സന്തോഷമായി. ഉസ്താദിന്റെ ആണ്ടിന് ഒന്നിച്ചു പോയ പലരെയും ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ അബ്ദുറഹ്മാൻ സഖാഫി പാറയുടെ ബാപ്പയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഖലീല് സുഹരിയുടെ വാപ്പയുണ്ട്. അങ്ങനെ ഒരുപാട് അറിയുന്ന ആളുകൾ തന്നെയാണ്. ഉസ്താദിനെ എപ്പോഴും കാണാൻ വന്നിരുന്ന എത്രയോ ആളുകൾ, എല്ലാവരെയും നമുക്ക് ഓർമ്മ വരികയാണ്. ഉസ്താദിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ നമുക്കറിയാം ഉസ്താദിന് ആരെയും പേടിയില്ല. അതാണ് നമുക്ക് പേടി വരാൻ കാരണം. നമ്മൾ കയ്യിൽ പൈസയുള്ളവരാണ്, തോട്ടമുള്ളവരാണ്, നമുക്കൊരുപാട് ബംഗ്ലാവുണ്ട്, മക്കളുണ്ട്, ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് ഉസ്താദ് നമ്മുടെ പോക്കറ്റിലേക്ക് നോക്കുമെന്നുള്ള ഒരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ വരാത്തത് കൊണ്ടാണ് ഉസ്താദിനെ പേടിക്കുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയില്ല, സങ്കടമില്ല. ആ പേടിയില്ലാത്ത ആളുകൾ അവർ അല്ലാഹുവിനെ മാത്രമേ പേടിക്കുന്നുള്ളൂ. വല്ലവനും അല്ലാഹുവിനെ പേടിച്ചാൽ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹനെ പേടിക്കുന്നവനെ പേടിക്കും എന്നാണ്. എന്താണ് ആ പേടി? ഉസ്താദിന്റെ മുമ്പിൽ പോയി നിന്നാൽ നമ്മൾ അടിക്കൂന്നുള്ള പേടിയാണോ? അല്ല. നമ്മുടെ പണം പിടിച്ചു പറ്റുമെന്നുള്ള പേടിയാണോ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് കറാമത്ത് കൊണ്ട് നമ്മളെ ശപിക്കുമെന്നാണോ? ഒരാളെയും ശപിക്കാത്ത, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ ചിന്തിക്കാത്ത, ഒരാൾക്കും ഒരു രോഗവും വരുന്നത് ഇഷ്ടപ്പെടാത്ത എത്രയോ രോഗികൾ മുന്നിലെത്തി. അവിടുത്തെ ഒരു ഊത്തുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു ദ്വാ കൊണ്ട്, ഒരു ദിക്ർ പറഞ്ഞ തരൽ കൊണ്ട് രോഗങ്ങൾ സുഖപ്പെട്ടതല്ലേ പറയാനുള്ളൂ. ശൈഖുന മാണിക്കോത്ത് ഉസ്താദ് കാസർഗോഡ് ജില്ലയിലെ അഭയ കേന്ദ്രമല്ലേ. ഉസ്താദിനെ ആരും ആ നിലക്ക് പേടിക്കുന്നതല്ല. ഉസ്താദ് കയ്യിലുള്ള പൈസയെ നമുക്ക് ഇങ്ങോട്ട് തരുന്ന വ്യക്തിയാണ്. ആദ്യകാലങ്ങളിൽ ദർസിൽ പഠിച്ച മുതഅല്ലിമീങ്ങൾക്കറിയാം, ഉസ്താദ് കിട്ടുന്ന പൈസയെല്ലാം മുതഅല്ലിമീങ്ങൾക്ക് രോഗം വന്നാൽ മരുന്നിന് കൊടുക്കുന്ന ആളായിരുന്നു. ഉസ്താദ് മുതഅല്ലിമീങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളായിരുന്നു. നാട്ടിൽ പോകാനും പൈസ, പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ ആളില്ല, യതീമാണ് എങ്കിൽ അങ്ങനെ ദാനം ചെയ്യുന്നു. ചെറിയ കുട്ടികളോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു ഉസ്താദിന്. എനിക്കറിയാം, ഞാൻ വളയത്ത് ഉസ്താദിന്റെ അടുക്കൽ 5 വർഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാഭാഗ്യവാനാണ്. അള്ളാഹു ഉസ്താദിനോടൊപ്പം സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ ജീവിതം മുഴുവനും ദർസിൽ പഠിക്കുന്ന കാലത്ത് മുഴുവൻ ചെലവും വഹിച്ചിരുന്ന മുതഅല്ലിമീങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല.
അതിന്റെ പുറമെ നാട്ടിലുള്ള മദ്രസ വിദ്യാർത്ഥികൾ, അടുത്തുള്ള വീട്ടിലെ കുട്ടികൾ ഉസ്താദിന്റെ ആ റൂമിന്റെ മുന്നിലൂടെ പോകുമ്പോ ചിലപ്പോ ഉസ്താദ് നല്ല തെളിച്ചത്തിലുണ്ടാവും, നല്ല ആവേശത്തിലുണ്ടാവും. വിളിച്ചിട്ട് സംഭാവന കൊടുക്കും. വാങ്ങാതിരിക്കുമ്പോ പറയും ഉസ്താദുമാര് തരുമ്പോ വാങ്ങണം. കുട്ടികൾക്ക് പോലും ചെറിയ സംഭാവനകൾ നൽകി സ്നേഹം പ്രകടിപ്പിച്ചതോ ഉസ്താദ് പൈസയോട്, പണത്തോട്, ദുനിയാവിനോട് ഒരു മനസ്സിലെ ഒരു നിലക്കുമുള്ള അറ്റാച്ച്മെന്റ് സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവം അതല്ലേ? വലിസൈബി നഫ്സിക ലിൽ ഉനാസി ബാദിലാ. മറ്റുള്ളവരുടെ പൈസ ആഗ്രഹിക്കാതെ തന്റെ കയ്യിലുള്ള പൈസ മറ്റുള്ളവർക്ക് കൊടുത്തത് കൊണ്ടല്ലേ ഉസ്താദിന്റെ വീട്ടിലേക്ക് വർഷാവർഷം ഇപ്പോൾ നമ്മൾ നേർച്ചക്ക് പോകുമ്പോ ദുൽഖഅദ് 27 നമ്മൾ ആ വീട്ടിന്റെ ചാരത്തെത്തുമ്പോ പഴയ കൊട്ടാരമല്ലേ അവിടെ കാണുന്നത്? ഏത് കൊട്ടാരം? ചുറ്റുഭാഗത്തൊക്കെ കോൺക്രീറ്റ് സൗധങ്ങൾ, വലിയ വലിയ വീടുകൾ പൊന്തിയപ്പോഴും പഴയ കാലത്തെ ഉസ്താദിന്റെ ഉപ്പയോ മറ്റോ നിർമ്മിച്ച വീടല്ലേ ഇപ്പോഴും മക്കൾ ഉപയോഗിക്കുന്നത്? എന്തു പറ്റി? ഉസ്താദിനൊരു വീടെടുക്കാൻ വലിയ പ്രയാസമായിരുന്നോ? ഉസ്താദ് പറഞ്ഞാൽ എന്തും ചെയ്തു കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉസ്താദിന് തന്നെ എത്ര സംഭാവന കിട്ടുമായിരുന്നു. അതൊക്കെ നാട്ടിൽ തന്റെ കുടുംബത്തിൽ ഉള്ള പ്രായമായ പെൺകുട്ടികൾക്ക് കല്യാണം കഴിയാൻ, ജ്യേഷ്ഠന്മാർക്കും മക്കൾക്കും ഒക്കെ വീടെടുക്കാനും മറ്റു സൗകര്യങ്ങൾക്കും കൊടുക്കുകയും അവിടെ കല്യാണത്തിനുള്ള മുഴുവൻ ചെലവ് ഉസ്താദ് കൊടുത്തത് വരെ സംഭവങ്ങളുണ്ട്. കല്യാണം ജോറായി നടക്കുമ്പോ ഉസ്താദ് പള്ളിയിൽ ദർസെടുക്കുകയാണ്. അതിൽ പങ്കെടുത്ത് ഞാനാണ് ഇത് കൊടുത്തത് എന്നൊരു ആവേശം കാണിക്കാൻ പോലും ഉസ്താദ് പോകാറില്ല. ഉസ്താദ് ദർസിൽ തപസ്സായി ഇങ്ങനെ ഇരിക്കുമ്പോ ഇൽമു പറയുന്ന ആ ഒരു ലഹരിയല്ലാതെ ഉസ്താദിന് സ്റ്റേജുകൾ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും സ്റ്റേജിൽ ഇങ്ങനെ കുറെ നേരം ഇരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊയ്യത്തോയിൽ ഇങ്ങനെയൊന്നും അറിയില്ല. വളയത്താണ് എനിക്ക് ഉസ്താദിനെ കണ്ടത്. ഉസ്താദ് ഏതെങ്കിലും സ്റ്റേജിൽ കയറി ഇരുന്നാൽ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്ക് ഞാൻ ഒരു വലിയ ആളായിപ്പോയോ എന്ന ചിന്ത ഉസ്താദിനിങ്ങനെ മതിക്കിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുമ്പോ പെട്ടെന്ന് ഉസ്താദിന്റെ സ്വതസിദ്ധമായ ആ സ്പീഡിലുള്ള നടത്തം നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഒറ്റ നടത്തായിരിക്കും. സ്റ്റേജിൽ കുറെ നേരം ഇരിക്കാൻ ഉസ്താദിനെ കിട്ടില്ല. ഉസ്താദിന്റെ നടത്തം തന്നെ ധൃതിയിലുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ വന്ന് ചോദിച്ചില്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണാണ്, ഇങ്ങനെ നടക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സ്പീഡിൽ നടന്നോ? നിങ്ങൾ കുറച്ച് സ്പീഡിൽ നടക്കണം. ഓടലുമല്ല നടക്കലുമല്ല. അലൈക്കും ബിൻ നസ്ലാൻ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ ഈ ഒരു വാക്കുണ്ട്. ആഖിറത്തിലേക്ക് മനുഷ്യന്മാര് ഖബറിൽ നിന്ന് നടക്കുക സ്പീഡിലായിരിക്കും, ഓട്ടമല്ല. കൂട്ടം കൂട്ടമായി വളരെ സ്പീഡിൽ നടന്നുകൊണ്ടാണ് മഹ്ശറയിലേക്ക് പോവുക. അല്ലാഹു ഉസ്താദിന്റെ ശഫാഅത്ത് കിട്ടി രക്ഷപ്പെടുന്ന ഔലിയാക്കളുടെ ശഫാഅത്തിന് അർഹരാകുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ഉസ്താദിനെ കുറിച്ചൊരു പറയാൻ തുടങ്ങിയാൽ അതൊരു ബഹറാണ്, അതൊരു കടലാണ്. അതിലേക്ക് ഇറങ്ങി പറയാൻ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സാധിക്കില്ല. പലയിടത്തും സഞ്ചരിക്കുന്ന എന്റെ ഓർമ്മകളിൽ നിന്ന് ഞാൻ പറയട്ടെ, ഉസ്താദിന്റെ ആ സ്പീഡിലുള്ള നടത്തം എനിക്ക് കൂടുതലും എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ പറ്റ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ബംബ്രാണക്കാരനാണ്. കുമ്പളയിലെ ബംബ്രാണ്, അറിയില്ല ബംബ്രാണ്? ബംബ്രാണയിലേക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾ? കുറെ കുടുംബ ബന്ധം ഉണ്ടാവും ചില ആളുകൾക്ക്, ഇല്ലേ? ബംബ്രാണയിൽ ഉസ്താദ് താഴെ നിന്ന് മുകളിലേക്ക് നടക്കുന്നത് പഴയ ഒരു ചിത്രമാണ്. ഉസ്താദിന്റെ ചെറിയ താടിയല്ലേ, വലിയ താടി വളർത്തിയാൽ ആളാവോ എന്നുള്ള ചിന്തയായിരിക്കാം. അങ്ങനെയുണ്ട്. അറിയപ്പെടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒതുങ്ങുന്ന ആളുകൾക്ക് അത് അങ്ങനെ ചിന്ത വരും. നമ്മൾ അറിയപ്പെടാൻ വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്, എന്നിട്ട് അറിയപ്പെടുന്നില്ല.
അറിയപ്പെടാൻ വേണ്ടി കളിക്കുന്ന ആളുകളെ ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ അഖ്ഫിയാ. മറഞ്ഞു നിൽക്കാൻ, ആളുകളുടെ പ്രശംസ മാത്രം കൊതിച്ചു ജീവിക്കാതെ അള്ളാഹുവിന്റെ മാത്രം പ്രീതിയും നോട്ടവും മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ജീവിതം. അങ്ങനെയാവുമ്പോ താടി കുറച്ചതായിരിക്കാം. വളയത്ത് എനിക്ക് രസകരമായൊരു സംഭവം ഉസ്താദുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ എന്റെ മനസ്സിലുള്ളത് തുറക്കാണ്, എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളെ അനീഫ് സക്കാഫി 8 കൊല്ലം ഉസ്താദിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഞാനും 5 കൊല്ലം ഇവരോടൊപ്പം കൂടി പഠിച്ച ആളാണ്. ഞങ്ങൾ വർഷാവർഷം സമാജത്തിന്റെ വക കൈപുസ്തകം ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ലേഖനം ഞങ്ങൾ തന്നെ എഴുതി അതിന്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കി പുസ്തകം ഉണ്ടാക്കി ലാസ്റ്റ് അതിന്റെ ചട്ടയൊക്കെ ശരിയാക്കി ഉസ്താദിനെ കൊണ്ടുപോയി ഒന്ന് കാണിക്കാറുണ്ട്. ഒരു വർഷം എന്നെയാണ് ഇവരെല്ലാം കൂടി സെക്രട്ടറി ആക്കിയത്. അല്ലെ, സെക്രട്ടറി അല്ലേ? ഞാനും സെക്രട്ടറി ആക്കി. ദർസിലെ സമാജത്തിന്റെ സെക്രട്ടറി. അങ്ങനെ വലിയ വായും മൂടിയതൊക്കെ ഉള്ള ആളായതുകൊണ്ട് ആക്കിയായിരിക്കാം. ഉള്ളിലൊന്നുമില്ല. അള്ളാഹു നമ്മളെ ഹൃദയം നന്നാക്കി തരട്ടെ. അപ്പൊ എനിക്ക് നന്നായിട്ടൊരു പുസ്തകം ഉണ്ടാക്കണമെന്ന് തോന്നി. ആ വർഷം ഞാൻ ഈ ഓരോ സമ്മേളനങ്ങളിൽ ഇറങ്ങുന്ന സുവനീർ പോലെ ആക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ കളറിന്റെ കടലാസൊക്കെ ഉണ്ടാക്കി ലേഖനങ്ങളൊക്കെ ശേഖരിച്ച് എഴുതി. ഞാൻ അറബിയിലാണെന്ന് ലേഖനം എഴുതിയത്. ഖാജാ തങ്ങളെ കുറിച്ച് ഉസ്താദ് അതിനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. തുടക്കത്തിൽ മഹാന്മാരുടെ വലിയ പണ്ഡിതന്മാരുടെ ഒക്കെ ഫോട്ടോ വെക്കലുണ്ടല്ലോ, അതുപോലെ ആക്കിയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ഉസ്താദിന്റെ ഫോട്ടോ കിട്ടി. എനിക്ക് ഹജ്ജിന് പോകുമ്പോഴോ മറ്റോ എടുത്തൊരു ഫോട്ടോ, ചെറിയ താടിയായി, താടിയൊന്നും നിരക്കാത്ത പഴയ ഫോട്ടോ, അതും ഒട്ടിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഫോട്ടോവും കിട്ടി. താടി നരച്ച ഫോട്ടോയാണ്, വലിയ താടിയായിട്ടുള്ള ഫോട്ടോയാണ്. ഇത് രണ്ടും ഒട്ടിച്ചുകൊണ്ട് അന്ന് സദറായിട്ടുള്ള TM കിട്ടി ഉസ്താദിന്റെ ഫോട്ടോവും ഒട്ടിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അന്ന് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കുറെ നേരം ഉസ്താദ് ഇരുന്നു പോയി. എന്നിട്ട് മെല്ലെ പറയുന്നത് ഞാൻ കേട്ടു. ഉസ്താദ് പറഞ്ഞു, കാന്തപുരത്തിന് നല്ലോണം വയസ്സായല്ലോ. ഈ വാക്ക് ഉസ്താദ് ആ ഫോട്ടോയിലേക്ക് തലകുനിച്ചു നോക്കിയിട്ടാണെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ കണ്ടത് മറ്റുള്ളവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ ഉസ്താദ് താടി ചെറുതാക്കിയിട്ടില്ല. താടി വളർത്തിയത് ഞാൻ ആ ഫോട്ടോ രണ്ടും ഒന്നിച്ചു വെച്ചിട്ട് ഉസ്താദിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെച്ചതിന്റെ പേരിലാകാമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഉറപ്പിച്ചു പറയുന്നില്ല. കാന്തപുരം വയസ്സായ ഒരാളെ പോലെ ഞാനിങ്ങനെ ചുറുചുറുക്കുള്ള പഴയ ഒരു ചെറുപ്പക്കാരനെ പോലെ അത് പാടില്ലല്ലോ എന്ന് ഉസ്താദ് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ അവസാന ഘട്ടങ്ങളിലൊക്കെ ഉസ്താദിന് വലിയ താടി കണ്ടിട്ടുണ്ട് ഇല്ലേ? നീളമുള്ള താടി ഉസ്താദ് പിന്നെ ആ വർഷം മുതൽ വെച്ചതായിരിക്കാമെന്ന് ഞാനൊന്ന് വെറുതെ സന്തോഷത്തിന് ചിന്തിച്ചോട്ടെ. ഉസ്താദിന്റെ വായിൽ നിന്നൊരു നല്ലത് കേൾക്കുന്നത്, ഉസ്താദുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നല്ല അനുഭവം പറയാനുള്ളത് നമുക്ക് വലിയ സന്തോഷമല്ലേ? ഓരോരുത്തർക്കും പറയാനുണ്ടാവും ഇവിടെ. ഏത് കാര്യത്തിന് വേണ്ടി ഉസ്താദിനെ പോയി പറഞ്ഞാലും, സ്ഥലത്തിന്റെ കാര്യമായാലും വീടുണ്ടാക്കുന്ന കാര്യമായാലും സ്ഥലം നോക്കണ്ട. അത് ഇവിടുന്ന് സാറ്റലൈറ്റിൽ നോക്കുന്നത് പോലെ ദൂരെ കിടക്കുന്ന കാര്യങ്ങൾ ഉസ്താദിന് അറിയുന്നു. ഭൂമിയിൽ കിടക്കുന്നത് ഉസ്താദിനെ കാണുന്നു. എവിടെ എന്തുണ്ട്, ശവമുണ്ടോ, അതല്ല പ്രതിമയുണ്ടോ, ബുദ്ധുണ്ടോ എന്ന് ശൈത്താന്റെ കൊട്ടയുണ്ടോ, ഉസ്താദിന് ഇരുന്നിടത്തൊന്നും പറയാൻ കഴിഞ്ഞില്ലേ? കാഞ്ഞങ്ങാട് മാണിക്കോത്തിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും വലിയ വലിയ കാറുകൾ വന്ന് നിൽക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ ചോറുന്നാൻ പോകുമ്പോ വന്ന് ഓരോരുത്തരും ഞങ്ങളിങ്ങനെ പറയാറുണ്ട്. തടിച്ചതും കുറിയതുമായ ഒരാൾക്ക് ഞങ്ങൾ പേര് തന്നെ വെക്കാറുണ്ട്. സന്തോഷത്തില് അവരിങ്ങനെ വരും, വന്നിട്ട് പറയും ഗൾഫില് ഞങ്ങളൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് ഇന്ന സ്ഥലത്ത്. അത് പറ്റൂല, അത് അതിന്റെ സ്ഥലത്ത് പിന്നൊരു കടയില്ലേ, അതിന്റെ മുന്നിൽ ഇന്ന ഷോപ്പില്ലേ. ഉസ്താദ് അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ് സുബ്ഹാനല്ലാഹ്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ ഉസ്താദിന് കഴിഞ്ഞില്ലേ?
ലോകത്തുള്ള ഔലിയാക്കളുടെ സമ്മേളനങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഉസ്താദ് പറയാറുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ജീവിച്ചിരിക്കുന്നവരും വഫാത്തായി പോയിട്ടുള്ള ആളുകളും ആത്മാക്കളായ മഹാന്മാർ നമ്മുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന അവരുടേതായ ലോകത്ത് ജീവിക്കുന്ന അവർ നോക്ക് നിങ്ങള്, അവരുടെ നിയമസഭ കൂടാറുണ്ട് കേട്ടോ. ഇന്ന് എന്ത് സഭയാ കൂടിയത്? എല്ലാ ഷറിൽ നിന്ന് ഉസ്താദിന്റെ വർക്കത്ത് കൊണ്ട് ഇനി അങ്ങോട്ട് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞാനിങ്ങനെ വരുമ്പോ അവിടെ ഭയങ്കര വെടിവെട്ടിക്കലാണ്. ഒരാളെ ഫോട്ടോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, മൂന്നാമതും ഞാൻ കയറി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു നിൽക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വേറൊരു ആളുടെ നിൽക്കുന്നുണ്ട്, മുള്ളെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് മുള്ളിങ്ങനെ പിടിച്ചിട്ട് മുള്ളം വന്നി. ഞാൻ ഇങ്ങനെ മുഖം ഇങ്ങനെ പിടിച്ചത് എങ്ങനെ വിട്ടേക്കല്ല അമ്പ്. അള്ളാഹു ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കും മക്കൾക്കും നമ്മുടെ സ്വത്തിനും മുതലിനും രാജ്യത്തിനും ഒക്കെ കാവൽ നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവിടുത്തെ ആ വാക്കുകളും നോക്കുകളും എല്ലാം നമുക്കറിയുമ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഉറപ്പിച്ചു പറയാൻ നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്. ഉസ്താദ് അറിയപ്പെടാനും ഒരു വലിയാണെന്ന് പറഞ്ഞ് പ്രസിദ്ധി ആർജിക്കാനും ഇഷ്ടപ്പെടാത്ത ആളായത് കൊണ്ടായിരിക്കാം ആർക്കും പറയാൻ ധൈര്യമില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ സമ്മേളിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയുമോ മക്കളെ? ഉസ്താദ് പറയാറുണ്ട്, ഹിറാ ഗുഹയിലാണ്. എവിടെ? ഹിറാ ഗുഹയിലാണ്. മക്കത്ത് പോയി ഹജ്ജിന് പോയ ആളുകൾ അല്ലാഹു അവർക്ക് കാവൽ നൽകട്ടെ. ഹിറാ ഗുഹയിലാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ സമ്മേളിക്കുക. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വഫാത്തായി പോയ മഹാന്മാര് വരുന്നത് ഹിറാ ഗുഹയിലാണെന്ന് ഉസ്താദ് പറയുമ്പോ ഔലിയാക്കളുടെ ആ സമ്മേളനത്തിൽ ഉസ്താദ് പങ്കെടുക്കാറുണ്ടോ? ചോദ്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ്? പൊയ്യത്ത ബയൽക്കാരെ, ഓ ഉമ്മമാരെ, നിങ്ങൾ വർഷാവർഷമോ 5 വർഷത്തിലൊരിക്കലോ അല്ല 2 വർഷത്തിലൊരിക്കലോ പൊയ്യത്ത വയലിൽ ഉറൂസ് നടക്കാറില്ലേ? എത്ര കൊല്ലത്തില? 5 കൊല്ലത്തിൽ, 2 കൊല്ലത്തിൽ. അൽഹംദുലില്ലാ, ഒന്ന് ശരിയായി. എന്നാൽ നമ്മൾ നോട്ടീസിൽ പേര് കൊടുക്കാറില്ലേ? മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹാ. ഈ പേരാരാണ് നമുക്ക് പറഞ്ഞു തന്നത്? നിങ്ങൾ പറ. ഉസ്താദല്ലേ? ഉസ്താദല്ലേ? ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റില്ലല്ലോ. ഉസ്താദല്ലേ പറഞ്ഞത്? അതെങ്ങനെ മനസ്സിലായി? അർവാഹിയായ ലോകത്തുള്ള ആളുകളോട് സംവദിക്കാൻ, സംസാരിക്കാൻ ഉസ്താദിന് കഴിവുണ്ട് എന്ന് സാക്ഷിയായ ഒരു നാട്ടിൽ നിന്നിട്ടാണ് സാധുവായ ഈ പാവപ്പെട്ടവൻ പറയുന്നത്. ഉസ്താദ് ഔലിയാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാറുണ്ടായിരിക്കാം. അതുകൊണ്ടല്ലേ ഉസ്താദ് ഒരു സ്ഥലത്തിരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കുന്നു? പോയി വലിയ ആക്കുകയാണോ? അല്ല, നമ്മുടെ അനുഭവം പറയുകയാണ്. അവരെ താടിയെല്ലാം പലതാനത്തായാരെ അങ്ങീനായെത്തീര സംഗീതം തീർത്തോവർ. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തല്ലേ പല സ്ഥലത്ത് പ്രവർത്തിക്കുക, പല തടി ഉണ്ടാവുക. ഞങ്ങളെ ദർസിൽ ഒരു മുത്താലിം ഉണ്ടായിരുന്നു പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ. കന്യാണ നാട്ടുകാരനാണ്, പേര് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയും. അറിഞ്ഞാ ബുദ്ധിമുട്ടുമാണ്. ബുദ്ധിമുട്ടെന്താ? അന്നൊരു ചെറിയ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായി. ഒരു ശൈത്താനിന്റെ ശല്യമുണ്ടായി. ശല്യം നല്ലോണം കലശലായിട്ട് ദർസിൽ വരാൻ പറ്റാതായി. വീട്ടിലിരിക്കുകയാണ്. കുടുംബത്തിലെ എല്ലാവർക്കും ബേജാറാണ് കേട്ടാ. അങ്ങനെ ഉസ്താദിന്റെ അടുക്കൽ പലപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. ഉസ്താദ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഉസ്താദ് പള്ളിയിൽ ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ സമയത്ത് ആ കന്യാണത്തെ വിദ്യാർത്ഥി മുത്തഅല്ലിമോ വീട്ടിൽ മാനസികമായ നില തകരാറിലായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഉമ്മാനെയും ഉപ്പാനെയും വിളിച്ചിട്ട് പറയാണ്, ഉപ്പാ കസേര റെഡിയാക്ക്, റൂം വൃത്തിയാക്ക്, ഉസ്താദ് വരുന്നുണ്ട്, ഉസ്താദ് വരുന്നുണ്ടെന്ന് വിളിച്ചു പറയുകയാണ്.
എവിടെ ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. വേഗം റെഡിയാക്കുന്നല്ല പറഞ്ഞ, കാണുന്നില്ല. ഉസ്താദ് റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, വളരെ ഭവ്യതയോടെ ഉസ്താദിന്റെ റൂമിൽ പോയി നിൽക്കുന്നത് പോലെ കസേരക്ക് മുമ്പിൽ ഈ മാനസികമായ നിലതകരാറിലായ ഇന്നു നല്ല നിലയിലുള്ള ആ വിദ്യാർത്ഥി, ആ മുത്തഅല്ലിമ് നിൽക്കുമ്പോ ആർക്കും പറയാൻ പറ്റില്ല, ഇവിടെ ഒരാളില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാളെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓരോന്നും പറയുമ്പോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? കത്തി എടുക്കണമെന്നോ? മുത്തഅല്ലിമ് പെട്ടെന്ന് ചോദിക്കുകയാണ്, കത്തി വേണമല്ലോ, കത്തി വേണമല്ലോ, കത്തി കൊണ്ട ഉമ്മ. അടുപ്പത്തുനിന്നൊരു കത്തി കൊണ്ടുവരികയാണ്. എന്നിട്ട് ഉസ്താദ് പറയാണത്ര, അർക്ക്. അവന്റെ ശരീരത്തിൽ വന്ന് ശല്യം ചെയ്യുന്ന കറുത്ത പിശാചിനെ, ശൈത്താനിനെ ഉസ്താദ് പിടിച്ചു കൊടുത്തിട്ട് കഴുത്ത് കാണിച്ചിട്ട്, അർക്കടാ, ഇനിമേലിൽ മാണിക്കോത്തുസ്താദിന്റെ മുഹിബായ ഒരൊറ്റയാൾക്കും ഒരു പൈശാചിക ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ ഉസ്താദ് അർക്കാൻ പറയുന്നു. അവൻ അറുക്കുന്നത് പോലെ ആംഗ്യം കാണിക്കുന്നു. ആ ചോര എല്ലായിടത്തും ചോരയായല്ലോ ഉസ്താദേ, ചോര നല്ലോണം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അറപ്പോടെയും പേടിയോടെയും അവൻ അറുത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഉസ്താദ് ഇറങ്ങിപ്പോയതായി അവൻ പറയുന്നു. പിന്നീട് അവന്റെ മാനസികമായ അവസ്ഥ ഇന്നുവരെ ആ നിലയിൽ തെറ്റിയിട്ടില്ല. ദർസ് മതിയാക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഭൗതികമായ ബിസിനസിന്റെ രംഗത്തേക്ക് പോവുകയും ഇന്ന് ഞങ്ങളെ കൂട്ടത്തിൽ നല്ലൊരു മുതലാളിയായി അവൻ നിൽക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്കും ഉസ്താദിന്റെ മദദ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. സയ്യിദ് അവർകൾ എത്താറായി അല്ലേ? എന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഉസ്താദിന്റെ ജീവിതമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് അവർ നമ്മെ ആക്രമിക്കും എന്നതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ആദരവേറുന്ന ആ മുഖം കാണുമ്പോ അള്ളാഹുവിനെ പേടിച്ച് എങ്ങനെ ജീവിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നുപോയി. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമി റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ വഴിയിലേക്ക് ഒരാൾ കടക്കുമ്പോ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ അതേ ശൈലി ഉസ്താദ് ജീവിതത്തിൽ പകർത്തിയത് നമുക്കറിയാമെങ്കിൽ നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്ന ശറഫുൽ ഉലമാ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ടവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ കുമ്പളയില് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഒരു ആള് നിൽക്കുന്നു, ഒരു ഉസ്താദ് നിൽക്കുന്നു. എന്റെ ചെറുപ്പത്തിൽ കണ്ടതാണ്. മുഖത്തിന് വല്ലാത്ത ഒരു ഗമയാണ്, വല്ലാത്ത വഖാറാണ്, ഗാംഭീര്യമാണ്. മുഖത്ത് നോക്കുമ്പോ തന്നെ സുറുമ ഇട്ട പോലെ കാണുകയാണ്. ഒരു പ്രത്യേക മറുകായിരുന്നു ഉസ്താദിന്റെ മുഖത്ത്, അല്ലേ? ആ മുഖം കാണുമ്പോ എനിക്ക് വല്ലാത്ത ആകർഷണീയത തോന്നിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ, ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് വാശി പിടിച്ചാൽ അയാൾക്ക് പിന്നെ മുഖത്തിന് ഭംഗിയില്ലാതിരിക്കുമോ? മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്ന ഒരു വാക്കുണ്ട്, മൻ യുബാലിഗ് ഫീ മഹബ്ബത്തി റസൂലില്ലാഹ്. ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ അങ്ങേയറ്റം ആഴത്തിൽ പോകാൻ ഒരാൾ ചിന്തിച്ചാൽ, ഒരാൾ ആഴത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനെ എപ്പോഴും പറയാ, ആ മഹബ്ബത്തിനെ വളരെ വികാരാതീതനായി വികാരത്തിന്റെ അങ്ങേയറ്റം മഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവരും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ് സല്ലല്ലാഹു അലൈഹി. ഇതൊരു പ്രത്യേക തരം സ്നേഹം.
അങ്ങനെ ഒരാൾ സ്നേഹം അങ്ങേയറ്റം കാണിക്കാൻ തുടങ്ങിയാൽ യുബാലിഗു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശഫാഅത്തി ലഹു, അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹുവോട് കാര്യങ്ങൾ പറയാൻ, ശഫാഅത്ത് ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങേയറ്റം ചിന്തിക്കും. എന്റെ സ്ഥാപനത്തിന് അൽ മദീന എന്ന് പേര് വേണം. അങ്ങനെ ആരാ ചിന്തിച്ചത്? ഒരു സ്ഥാപനത്തിന് വ്യത്യസ്തമായ ഒരു പേര്, എംബ്ലത്തിലെല്ലാം പച്ച കുബ്ബയുടെ ഫോട്ടോ വരണോ? എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ ദിവസത്തിൽ തന്നെ മരിക്കണം. നമ്മളൊക്കെ വെള്ളിയാഴ്ച മരിക്കണമെന്നാണ് ദുആ ചെയ്യാറുള്ളത്. തിങ്കളാഴ്ച മരിക്കണമെന്ന് ചിന്തിച്ച മഹാൻ ഇന്നൊരു തിങ്കളാഴ്ച രാത്രിയല്ലേ, ഇത് തിങ്കളാഴ്ച രാത്രിയല്ലേ. ശറഫുൽ ഉലമയുടെ ശറഫ് മനസ്സിലേക്ക് വന്നുപോയി. തിങ്കളാഴ്ച മക്കള് ജനിക്കണോന്ന് ചിന്തിക്കുന്ന ഉപ്പമാരില്ലേ? ഭാര്യ ഗർഭിണിയാണ്, എന്റെ മോൻ തിങ്കളാഴ്ച ജനിക്കണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡേറ്റ് കൊടുത്തത് ചൊവ്വാഴ്ചയാണ്. ഇല്ല, ഒരു ദിവസം മുമ്പ് എന്നെ കൊണ്ടുപോയി പ്രസവിക്കാന്ന് നോക്കാതെ ചിന്തിച്ച ആശിഖീങ്ങൾ ഈ നാട്ടിലില്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ മോന് തിങ്കളാഴ്ച പ്രസവിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകേണ്ട ഡേറ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല. കുറച്ച് കഴിയുമ്പോ പ്രസവ വേദന വന്നു, വല്ലാത്ത അവസ്ഥയിലായി. അപ്പൊ കൊണ്ടുപോയപ്പോ സിസ്റ്റർമാരെല്ലാം ഭാര്യയെ ചീത്ത പറഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞ ആ സമയത്ത് എന്ത് കൊണ്ടുവരാത്തേന്ന്. ഞായറാഴ്ച എന്നെ പ്രസവിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ആഗ്രഹിച്ച കൂലി കിട്ടിയല്ലോ. ഇങ്ങനെയുള്ള ചില ഭ്രാന്തമായ ആവേശങ്ങളുണ്ട്. ഇതിനെയാണ് പറഞ്ഞത്, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിൽ അങ്ങേയറ്റം ഭ്രാന്തമായ ആവേശം കാണിച്ചാൽ മുത്തുനബി തിരിച്ചും കാണിക്കും. അതാണ് ശറഫുൽ ഉലമാ. ഒരാള് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ ആ ജീവിതം അപ്പടി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ഒരാളെ കണ്ടാൽ അവർക്ക് അങ്ങേയറ്റത്തെ വെറുപ്പും ദേഷ്യവും മനസ്സിൽ വരും. അതാണ് കുമ്പോൽ ഉസ്താദായ മുഅദ്ദിൻ ഉസ്താദ്. കുമ്പോൽ മുഅദ്ദിൻ ഉസ്താദിന്റെ പ്രത്യേക അനുസ്മരണം നടത്താൻ കാരണം എന്താ? നമ്മളെ ഷാഫി സയ്യിദ് ഉസ്താദ് പറഞ്ഞിരിക്കില്ലേ, അവരുടെ പേരെന്താ? അബ്ദുൽ ഖാദർ ഉസ്താദ്. സുബ്ഹാനല്ലാഹ്. ഞാൻ സിയാറത്തിനൊക്കെ നമ്മൾ പോയാൽ അവിടെ നിൽക്കുന്നതാണ് നീളമുള്ള താടിയുള്ള ഒരു മനുഷ്യൻ, ഇല്ലേ? കണ്ടിനാ? വെളുത്ത താടിയുള്ള നീളമുള്ള ഒരു മനുഷ്യൻ കണ്ടിനാ? അയാൾക്ക് മുജാഹിദ് എന്നുള്ള വാക്ക് 3 പറയാൻ പറ്റില്ല. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പുത്തൻവാദികളെ കണ്ടുകൂടാ. മാത്രമല്ല അവരോട് കുറച്ചിങ്ങനെ അനുനയത്തിൽ സംസാരിക്കുന്ന ആളുകളെയും ഇഷ്ടമല്ല. ഞാനിവിടെ പറയാൻ പറ്റുമോന്നറിയില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം മകനോട് പോലും അദ്ദേഹം മിണ്ടിയില്ല. ഉസ്താദാണ്, പക്ഷേ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് കുറച്ച് പവറൊക്കെ, കുറച്ച് സ്ട്രോങ് ഒക്കെ കുറക്കാമെന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് പോയ ആളാ. അതിന്റെ പേരിൽ സ്വന്തം മകനോട് മരണം വരെ മിണ്ടിയിട്ടില്ല. അല്ലേ? ശരിയല്ലേ? ബഹുമാനപ്പെട്ട ആ കുമ്പോൽ മുക്രിക്ക ബഹുമാനപ്പെട്ടവരുടെ കഥയിലുമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമായിരുന്നു. ഞങ്ങളെ ദർസിൽ പഠിച്ച പാത്തൂരിലെ ഒരു മൈലാനും, പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞ ആളുകളാകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്, വേറെ ബുദ്ധിമുട്ടുണ്ടായതൊന്നുമല്ല. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, നമ്മുടെ ഉസ്താദ് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മാതൃക എല്ലാ വിഷയത്തിലും പിന്തുടരുന്ന ആളാണ്. എന്താന്ന് വെച്ചാൽ, ഞാൻ ചോറ് വെച്ചിട്ട് വരുമ്പോ ഉസ്താദ് എന്നെ വിളിച്ചു. പോയപ്പോ ഞാൻ എന്തെങ്കിലും അലക്കാൻ തരാൻ പറ്റും, തരാണ്, അങ്ങനെ ഒരു ഹിദ്മത്തിന് തന്നാണ്, അങ്ങനെ ഒന്നും ഉസ്താദ് കൊടുക്കൂല. നമ്മൾ പോയിട്ട് എടുക്കേണ്ടതാണ്. ഹിദ്മത്തിന് നമ്മള് അങ്ങോട്ട് പോയാൽ തന്നെ കിട്ടൂല, പിന്നല്ലേ ഇങ്ങോട്ട് വിളിച്ചു തരാ. പിന്നെന്താന്ന് ചോദിച്ചു, ഉസ്താദ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ കുട്ടി ഉസ്താദ് ഇല്ല, കൂടെ ഇരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ച ആളാണെങ്കിൽ ഒന്ന് ഇരുന്ന് താ, എന്റെ മുന്നിലേക്ക് ഒരു റൊട്ടി ഇട്ട് തന്നുപോയി. ഉസ്താദ്
ഉസ്താദിന്റെ ഈ ഒരു മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ. ഒറ്റക്ക് ഭക്ഷണം കഴിച്ചുകൂടാ. ഇത് മഹാന്മാരെ അനുസ്മരിക്കേണ്ട സമയമല്ലേ. മഹാന്മാരുടെ ഒക്കെ പ്രചോദനവും അവരുടെ എല്ലാം ഇമാമുമായ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ നിറയുന്ന ഈ കാലത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ സയ്യിദവർകൾ കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് പറയുമ്പോ ബഹുമാനപ്പെട്ട ജമലുല്ലൈൽ തങ്ങൾ പാപ്പ ഇവിടെ എത്തി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുഖമാണ്. നിർത്താണ് സയ്യിദ് അവരുടെ ദുആയിലേക്ക് കടക്കുകയാണ്. സമാപനായിട്ട് ഞാൻ പറയാം, ഈ സദസ്സിൽ ആരനുസ്മരിച്ചാലും ഒടുവിൽ അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സലാത്ത് പഠിപ്പിക്കാൻ പറഞ്ഞു. സഹാബികള് പറഞ്ഞോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഅലാ ആലി മുഹമ്മദ്. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും ധാരാളം ബർക്കത്തും കാരുണ്യവും അല്ലാഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ കുടുംബം വലിയ കുടുംബമാണ്. ആദ്യമായി അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞത്, ആദ്യമായി അഹ്ലു ബൈത്ത് എന്ന പേര് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞു കേട്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയായ സാറാ ബീബി റളിയല്ലാഹു അൻഹയോട് മലക്കുകൾ പറഞ്ഞപ്പോഴാണ് അഹ്ലു ബൈത്ത് എന്ന പേരിൽ അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബം പ്രശസ്തമായെങ്കിൽ എനിക്കും എന്റെ കുടുംബത്തിനും അതേ തരത്തിലാകാൻ നിങ്ങൾ സലാത്ത് ചൊല്ലണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിന് അല്ലാഹ് ബർക്കത്ത് ചെയ്തതുപോലെ ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണേ. ആ ദുആണ് ലോക മുസ്ലിമീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അനുസരണമായി എപ്പോഴും ചെയ്യാൻ പറഞ്ഞത് എങ്കിൽ സുബ്ഹാനല്ലാഹ്, മുത്തുനബി ആഗ്രഹിച്ചത് അല്ലാഹ് നടത്തി കൊടുക്കൂലേ? മുത്തുനബിന്റെ കുടുംബത്തിന് ബർക്കത്തല്ലേ? ഒരു അഹ്ലു ബൈത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞ് വീണ്ടും പറഞ്ഞത് ഈ നമ്മുടെ നബിയുടെ കുടുംബത്തെ കുറിച്ചാണ്. അവർക്ക് ശുദ്ധീകരണം ലഭിച്ചു എന്ന് ഖുർആൻ സ്ഥിരീകരിച്ചതാണ്. അവർക്ക് ബർക്കത്ത് കിട്ടുമെന്ന് റസൂലുള്ളാഹിന്റെ ആഗ്രഹമാണ്. ആ ബർക്കത്തല്ലേ സ്വല്ലല്ലാഹു അലൈഹി അജ്മഈൻ. നമ്മുടെ ഈ സദസ്സിൽ ഇന്നെത്തിയ ജമലുല്ലൈൽ തങ്ങളുപ്പാപ്പ അവരെവിടെ വന്നോ അവിടെയെല്ലാം ബർക്കത്തല്ലേ. സയ്യിദുമാരെ നേതൃത്വത്തിൽ വെച്ചാൽ അത് ഭൗതികമായാലും ആത്മീയമായാലും സ്ഥാപനമായാലും രാഷ്ട്രീയമായാലും ദിക്റിന്റെ മജ്ലിസായാലും ഒരു ജമാഅത്തിന്റെ നേതൃത്വമായാലും സയ്യിദുമാര് എവിടെ തൊട്ടോ അവിടെയെല്ലാം ബർക്കത്താണ്. ആ ബർക്കത്തുള്ള സാന്നിധ്യം കൊതിച്ചെത്തിയ നമുക്കെല്ലാം അള്ളാഹു അത് ധാരാളം നൽകട്ടെ. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുന്നു. ചെറിയൊരു ഉപദേശം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അനുസ്മരിക്കാറുള്ള ഒരായത്തുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്കാ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു പോയി. ഫസല്ലാ, എന്നും ഖലാകാതെ നിസ്കരിച്ചവനും വിജയിച്ചു പോയി. ഇതാണ് മഹാന്മാര് പഠിപ്പിച്ചത് എന്നും വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. നമ്മൾ ഇവിടെ അനുസ്മരിച്ച ഉസ്താദുമാര് ശൈഖുനാ മാണിക്കോത്ത് ഉസ്താദ് എന്ന് നമ്മുടെ ഖൽബിന്റെ കഷ്ടമായ ഉസ്താദും ദുനിയാവിന് വേണ്ടിയല്ല വിജീവിച്ചത്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. എന്നെന്നും ശാശ്വതമായി ജീവിക്കുന്ന ലോകമാണ്, ആഖിറമാണ് ഖൈറ്, അതാണ് നിലനിൽക്കുന്നതെന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഹാദാ, ഇത് ലഫിസ്സുഫിൽ ഊലാ. പഴയ കാലത്തെ അമ്പിയാക്കളുടെ ഏടുകളിലും കിതാബുകളിലും ഒക്കെ പഠിപ്പിച്ചത് തന്നെയാണ്. ഇന്ന ഹാദാ ലഫിസ്സുഫിൽ ഊലാ. എന്നിട്ടൊരു അനുസ്മരണം അല്ലാഹു ഖുർആനിൽ പറയുന്നു. സുഹുഫി ഇബ്രാഹിം
ഇബ്രാഹീമ വമൂസ, മൂസാ നബിയുടെയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഏടിലും അത് തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും അൽ കഹ്ഫ് ഓതി അനുസ്മരണം നടത്തുന്ന പോലെ ബഹുമാന്യരായ ഖുലഫാഉർ റാഷിദുകളെ 4 ഖുലഫാഉർ റാഷിദിന്റെ പേരും പറഞ്ഞ് ജുമാ ഖുതുബയിൽ നമ്മൾ ഓർമ്മിക്കുന്നത് പോലെ ഉസ്താദ് ഓതുന്ന ആയത്തിലുമുള്ളത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുസ്മരണമാണ്. ആ അനുസ്മരണത്തിലുള്ളത് അവരുടെ ജീവിതം മുഴുവനും ആഖിറത്തിന് വേണ്ടിയായിരുന്നു എന്നതാണ്. ഇവിടെ അനുസ്മരിച്ച മഹാന്മാരുടെ അനുസ്മരണം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങേണ്ടത് അവർ ആഖിറത്തിന് വേണ്ടി ജീവിച്ചവരാണ്. അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഖളാകാതെ നിസ്കരിക്കാനുള്ള തീരുമാനം ഈ സദസ്സിൽ നമുക്കുണ്ടാകണം. അള്ളാഹു സയ്യിദ് അവർകളെ ബർക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ മക്കൾക്കും ശിഷ്യന്മാർക്കും ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദിനെ പോലെ നമ്മൾ പഠിപ്പിച്ച ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, മദ്രസ വിദ്യാർത്ഥികൾ. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ അള്ളാഹു വലിയ സ്ഥാനവും അതിന് തൗഫീക്കും വലിയ ഉലമാക്കളിൽ ഔലിയാക്കളിലൊക്കെ പെടുത്തി തരട്ടെ. നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈ സദസ്സ് അള്ളാഹു കബൂലാക്കട്ടെ. സയ്യിദ് അവർകളെ ഈ സദസ്സിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ച് ഞാൻ എൻ്റെ കൊച്ചു ഭാഷണം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.